ഹലോ ഗൈസ്, വളരെ വെരി നോൺസെൻസ് വീഡിയോ. ഇറ്റ്സ് എ റിയാക്ഷൻ വീഡിയോ. ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരുപാട് രീതിയിൽ ഇതിപ്പം നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇതെന്താ. അത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടേ നമ്മുടെ നാഗാർജുനേരെ മറ്റേ മോൻ്റെ കല്യാണത്തിന് മറ്റേ ഇതായാലും എൻഗേജ്ഡ് ആയാലും ശോഭിതയായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. യവൻ ആരാടാ എന്നാണ് ആരാടി എന്നായി പോയി. യവൻ ആരാടാ? ഫസ്റ്റ് സമാന്ത, ഇപ്പൊ ശോഭിത. അത്രയ്ക്ക് റിസ്പ്രോ മാക്സ് ആണോ യവന്? അതായത് അത്രയ്ക്കും ചാമിങ് ആണോ യവൻ എന്നാണ് ആ ചോദിച്ചതിൻ്റെ ഇത്. ഇതിലെവിടെയാണ്, നിങ്ങൾ തന്നെ പറ, ഇതിലെവിടെയാണ് ഞാൻ നാഗാർജുനേരെ മോനെ മോശം പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ മറ്റേ കിടപ്പറേര ഇടയിൽ കൂടെ ഞാൻ പോയി നോക്കിയത്? ആദ്യം അവൻ സമാന്തയെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്തു. ഇതാണ്ട് ഇപ്പം അടുത്ത ഒരു ഹാർട്ട് ത്രോബായ ശോഭിതയെ എൻഗേജ് ചെയ്തു. അത്രയ്ക്കും റിസ്സാണോ? അതായത് റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിസ് എന്ന് പറഞ്ഞാൽ വല്ല തള്ളക്കി വിളിയാണെന്നായിരിക്കും വിവരമില്ലാത്തവന്മാർ വെച്ചുകൊണ്ടിരിക്കണം. റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമിങ്, അട്രാക്റ്റീവ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പുതിയ വേർഡാണ് ഈ റിസ് എന്ന് പറയുന്നത്. അത്രയ്ക്കും അട്രാക്റ്റീവ് ആണോ ഇവൻ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണം, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇത് കണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ മീം ചാനൽസ് ഇതിനെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് ഇവൻ അയൽക്കാരുടെ വീട്ടിലെ എന്താ അമ്മാവനാണ്, ഇവൻ എന്താണ് ഇങ്ങനെയാണ്. അത് മനഃപൂർവ്വം ഇങ്ങനൊരു സാധനം വരുത്തി തീർത്തിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി കളയുക. ഞാൻ പറയുന്നത് പൊട്ടത്തരമാണെന്ന് നാട്ടുകാർ. ബിക്കോസ് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടാണല്ലോ, ഇതിൽ എനിക്ക് വളരെ മോശമായിട്ട് ഇപ്പോൾ ഈ പയ്യൻ്റെ ഈ ഒരു സാധനം ഇവൻ ചോദിക്കുന്നത് എങ്ങനെ? അപ്പം ഇവനും ഇങ്ങനെ തന്നെ, നാഗാസ് റിസ് ലെവൽ നീഡ്സ് ടു ബി സ്റ്റഡീഡ്. 104K ലൈക്സും 1290 ഇത് 34,000 റീപോസ്റ്റ്. ഇത് ഞാൻ ഒരു കോണ്ടന്റ് ആയിട്ട് മാറ്റിയില്ല, പക്ഷെ അതിന് പകരം ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഇത് ഇവന് കിട്ടുന്നത് അപ്രീസിയേഷനും എനിക്ക് കിട്ടുന്നത് മോശവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഇപ്പോഴത്തെ കുറേ പെയ്ഡ് കാശ് കൊടുത്ത്, അത് സിനിമാക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന പേജിലാണ് ഈ ഒരു സാധനം വന്നിട്ട് കളിക്കുന്നത്. ഇത് ട്വിറ്ററിലോട്ട് വരും. ഇത് റെഡിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അവിടെ കുറേ എണ്ണം ഉണ്ട്. അവന്മാരിതിനെ ആഘോഷിക്കും. കാര്യമായിട്ടും പറയാണ്, ശോഭിതയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള മീംസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ട്വിറ്ററിൽ കയറി നോക്കിയാൽ ശോഭിതയെ മോശം പറയുന്നുണ്ട്, ഈ നാഗായ മോശം പറയുന്നവരുണ്ട്, സമാന്തയെ മോശം പറയുന്നുണ്ട്. അവരെയൊക്കെ പോയി പൂട്ടിയിടാ. അതെന്താ നീയൊക്കെ പൂട്ടാത്ത? ഞാൻ ഒരിക്കലും ഒരാളെ അങ്ങനെ അടച്ചാക്ഷേപിക്കും ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ ഞാൻ ഇത് ഇപ്പോഴും ട്വിറ്ററിൽ ഇതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരുത്ത ട്വീറ്റ് ചെയ്തേക്കാണ്. അടുത്ത മറ്റേ ചെകുത്താൻ്റെ ഒരു സാധനം ഞാൻ റീട്വീറ്റ് ചെയ്തപ്പോൾ ചെകുത്താൻ അകത്തായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. അതായത് പട്ടാളക്കാർ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമിയെ ചീത്ത വിളിച്ചതിനും അവർ മണ്ടന്മാരാണെന്നും പറഞ്ഞത് കൊണ്ടാണ് ചെകുത്താനെ പിടിച്ച് അകത്തിട്ടത്. അത് ഞാനും ഓക്കെ അടിക്കും. അപ്പോൾ ആ ഒരു സാധനം റീപോസ്റ്റ് ചെയ്തിട്ട് ഒരുത്തം താഴെ അണ്ണ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഇതിനും കേസ് വരുമോ എന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്? ഞാൻ എന്താണ് ഇതിൽ തെറ്റ് പറഞ്ഞത്? നിങ്ങൾ തന്നെ പറ. ആദ്യം സമാന്ത, ഇപ്പോൾ ശോഭിത അത്രയ്ക്ക് റിസ്പ്രോ മാക്സ് ആണോ എന്ന് ചോദിക്കുന്നത് എവിടെയാണ് മോശം? ഇത് മെയിൻലി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ മറ്റേ ആ വാക്കിനെ ചുറ്റി മാറ്റി നൈസായിട്ട് അവിടെ കണ്ട അവൻ പറയണ എല്ലാം പൊട്ടത്തെറ്റാണ്, അവൻ പറയണ എല്ലാം മണ്ടത്തരമാണ്. ഈ സാധനം ഒരു 10 പേരിലോട്ട് അടിച്ച് കയറ്റിട്ട് ആ 10 പേര് 100 ആവും, 100 1000 ആവും. അങ്ങനെ ആക്കി നൈസായിട്ട് നമ്മുടെ ഇത് കുറയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇറങ്ങുന്നത്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഒപ്പീനിയൻ പറയുന്ന സമയത്തും ഒരേ ടൈപ്പ് ഓഫ് ഒരേ മെസ്സേജാണ് എല്ലാ എണ്ണത്തിൻ്റെ താഴെയും വരും. ഞാൻ കാണിച്ചു തരാം. ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ജ്ഞാപകത്തിൻ്റെ അത്രയൊന്നും എനിക്ക് കിട്ടി. ഒരുത്തന്മാർ ഇപ്പോഴത്തെ ജ്ഞാപകത്തിലാണ് പിടിച്ചേക്കുന്നത്. അതായത് വരുത്തി തീർക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ട പടം പൊട്ടപ്പടമാണ് എന്ന് വരുത്തി തീർക്കുന്ന ലെവൽ ഓഫ് സാധനമാണ് ഇവർ ഈ കാണിക്കുന്നത്. ഞാനിത് ആദ്യം കോക്കിൻ്റെ ഇതാണ്, അശ്വന്ത് കോക്കിൻ്റെ ഇതിൽ കണ്ടില്ലേ, സെയിം ആള് ഇങ്ങനത്തെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഒരു സാധനം. വേറെ ഒരു ചാനലിലും ഇതേ ആള് സെയിം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇത് പെയ്ഡാണ്, ഇതൊരു പെയ്ഡ് അറ്റാക്കാണ്. ഞാൻ പറയില്ല, ആൾക്കാരെ വാ പൊത്തി വെക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സിനിമാക്കാരടുത്ത് പറയാനുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. നിങ്ങൾ ആരെയും പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല.
നമ്മൾ പേഴ്സണലി ഒരു നടനെയോ നടിയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഒക്കെ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് നമ്മുടെ വാടപ്പിക്കാനോ ഇതുപോലെ പിടിച്ച് ജയിലിടാനോ. നമ്മൾ മോശം പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം പറയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ട് കേസ് എടുത്തു. നമ്മൾ കാശ് മേടിച്ചിട്ടാണ് ഈ ഒരു ക്യാമറയിൽ പൊക്കി മറ്റേ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സിനിമയെ മനഃപൂർവ്വം മോശം പറയുന്നു എന്നുള്ളൊരു പ്രൂഫും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസ് കൊടുക്കണമേ. എനിക്കൊരു വിഷയമില്ല, കൊടുക്ക്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊടുക്ക്. നിങ്ങളതിന് പല പല ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്നില്ലേ ഇവൻ കാശ് മേടിക്കുന്നു, എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. പറയണം. കാശ് മേടിക്കുന്നവൻ്റെ പേരും നാളും അവൻ്റെ അഡ്രസ്സും പറഞ്ഞ് കൊടുക്കടേ, നമ്മളും അറിയട്ടെ. നിങ്ങൾ ഈ പറയുമ്പം ഇൻഡയറക്റ്റ്ലി നമ്മളെയൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. അത് വേണ്ട. കുറച്ചെങ്കിലും ഇവിടെ താഴെ ഒരു സാധനത്തിന് ബലം ഉണ്ടെങ്കിൽ, സാമാന്യത്തിന് ബലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം. ഇന്ന യൂട്യൂബ് ചാനൽ ഇത്ര രൂപ മേടിച്ചിട്ടാണ് റിവ്യൂ ഇടുന്നത്, പെയ്ഡാണ്, ഡീഗ്രേഡിങ് ആണെന്ന്. അതല്ലാതെ ആ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും കണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം എനിക്ക് ഇത് മനസ്സിലായി. ഞാൻ ചൈതന്യര ഇവിടെ മോശം പറയാത്തവന്മാരാടെ നീയൊക്കെ. ഈ ട്രോൾ പേജും മറ്റേ ഈ മീം ഉണ്ടാക്കണവന്മാരെ നീയൊക്കെ എന്തോടെ തങ്കക്കൂടോ? ഇപ്പം സ്വർഗത്തിൽ നിന്ന് പോയി കെട്ടിയെടുത്തേ ഉള്ളാടെ നീയൊക്കെ. നീ ഒന്നും മോശം പറയാറില്ലേ? നീ ഒന്നും ആരെയും കുറ്റം പറയാറില്ലേ? നീയൊക്കെ നിന്റെ ജീവിതം നോക്കിയാണോ നടക്കണത്? അല്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കാൻ എന്തിനാണ് പറഞ്ഞത്? കാശ് കിട്ടുന്നുണ്ട്, കാശ് നല്ല രീതിയിൽ നിനക്കൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെ അതിൽ കൂട്ടല്ലേ കേട്ടോ. നമുക്ക് ജ്ഞാപകത്തിനൊന്നും കാശൊന്നും കിട്ടിയൊന്നുമില്ല. അയ്യോ അങ്ങനെ കാശുണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തായാലും ഉറപ്പിച്ചൊന്നും എനിക്കില്ല. ഏവന് വന്നിട്ട് വേണമെങ്കിലും നോക്കാം, ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇനി എന്തോ ഉണ്ടാക്കടാ, അടിച്ചിറക്ക് നീ. നമ്മളൊക്കെ അതിന് എന്തെങ്കിലും മറ്റേ തുപ്പലോ ഇതോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് വച്ചിട്ട് മറ്റവന്മാർക്ക് നന്ദി ഉണ്ടാക്കണത് കൊള്ളാം. നന്ദി പ്രകടനം കാശ് വാങ്ങിച്ചാൽ നല്ലൊരു ജോലി എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൽ എന്തായിരുന്നു തെറ്റ്? ബിക്കോസ് ശരിക്കും മോശം പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ട്വിറ്ററിൽ കയറിയാൽ മതി, വേറെ ഒരിടത്തും വേണ്ട. നാഗചൈതന്യൊക്കെ എന്തൊക്കെയാണ് പറയണത്, അവനെയൊക്കെ പോയി പൂട്ടിയിരടാ കേട്ടാ അണ്ണ. സത്യം പറയാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് പറയാനുള്ളത്. തൊഴിൽ ഇല്ലാത്ത ഒരുപാട് ചെറുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പ്ലീസ് അവർക്ക് തൊഴിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഒരു ജോലി ഇല്ലാത്തവന്മാരാണ് ഇങ്ങനെ വന്നിരുന്ന് ഉണ്ടാകുന്നത്. അവർക്ക് ജോലിയില്ല. അവർ 500-നും 1000-നും 100 രൂപയ്ക്കും വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ ബിരിയാണിയും ചായയ്ക്കും വേണ്ടിയോ ആയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ് അടുത്ത് ഒരു അപേക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് കുറച്ച് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ നാട്ടിലുള്ള യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് അവർക്ക് ബെനിഫിറ്റാണ്. ഈ പറയുന്ന ഈ ഹേറ്റ് കമൻസും അങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് അവിടെ ഒന്നും ഇരിക്കില്ല. ജോലി ഇല്ലാത്തവന്മാരാണ് ഇങ്ങനെ വന്നിരുന്ന് ചെയ്യണം. അതുകൊണ്ട് അത് എനിക്ക് ഒരു അപേക്ഷയുണ്ട്, അത് ഒന്ന് ചെയ്യണം. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണം കേട്ടോ.